ആദ്യം തന്നെ എനിക്ക് പ്രത്യേക പ്രാർത്ഥന വീഡിയോയിൽ എൻ്റെ സ്ഥലം ചോദിച്ചിട്ടുണ്ട്, ഒരു കമൻറ്റ് കിട്ടുന്നു. കമൻറ്റിൽ സ്ഥലത്തിൻ്റെ കൃത്യമായ ഡീറ്റെയിൽസ് അമ്മ പറഞ്ഞു തരും. തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റങ്കര കഴിഞ്ഞ് കാരക്കോണം മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് വന്നിട്ട് നിലമാമോട്ടിൽ പോയി അവിടെ നിന്ന് ത്രേസ്യാപുരം പള്ളിയുടെ അടുത്താണ് നമ്മളെ വീട്. ചെറുപുന്നക്കാല റോഡരികത്ത് വീട്, കാരക്കോണം പോസ്റ്റ്. എൻ്റെ പേര് അഖിൽ. എൻ്റെ ഫോൺ നമ്പർ 79 94 96 29 13. ഇതാണ് എൻ്റെ ഫോൺ നമ്പർ. ഇതെല്ലാം കമൻറ്റിൽ ചോദിച്ചതുകൊണ്ടാണ് പറഞ്ഞു തന്നത്. പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന. അമ്മയെ പരിശുദ്ധ മാതാവേ, കൃപാസനത്തോട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിന് അമ്മ മധ്യസ്ഥം തേടുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്ക് കൃപകൾക്ക് ഞങ്ങൾക്ക് ഹൃദയം പറയുന്നു. അമ്മ പരിശുദ്ധ മതി 2004 27 പിന്നെ കൃപാസനം സംബന്ധിച്ചു അമ്മയുടെ പ്രത്യേക പഠനങ്ങൾക്ക് തിരിച്ചൊക്കെ സമർപ്പിച്ച പഠനം ചെയ്യുന്നു. വസ്തുനിഷ്ഠം ദൈവവിശ്വാസ വിധിപ്രകടനമായ അന്വേഷണ പഠനങ്ങൾക്ക് ആ പ്രത്യേക പഠനങ്ങളുടെ പ്രകടമായ ദൈവമതൻ്റെ പ്രത്യേകത്തിന് സംരക്ഷണം വെളിപ്പെടുത്തുന്ന പീഡിതരെ ആശ്രിത പ്രവാചകന്മാരുടെ വാഗ്ദാന പേടം രാജപ്രമാത പരിശുദ്ധമ്മയുടെ ഭക്തി സഭ കൂടുതൽ പറ്റിയിട്ട് ജീവിതത്തിൽ ദുരിത അവസ്ഥകളാകപ്പെട്ട് കഴിയുന്ന അനേകം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യ സന്ധിപ്പ് കൂടുതൽ അനുഭവിക്കുന്ന ഒരു ആത്മേഷത്തെ ദൈവശക്തിയും കൈവരിക്കും ഞങ്ങൾ കടമയുടെയാകണം. പരിശുദ്ധ ശുശ്രൂഷകളാണ് രാജ്ഞിക്ക് സംരക്ഷണ പ്രാഞ്ച പ്രായത്തിൻ്റെ ദിവസ പ്രതീക്ഷന് പ്രത്യേകടകണ പരിശുദ്ധ നമ്മത് സകല കൃപാസന പ്രാർത്ഥന ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന് പ്രത്യേക ഞാൻ പറയുന്നത് നമ്മുടെ പ്രത്യക്ഷണത്തെ ഈ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് സാഹചര്യം കല്യാണമേ. ബൈബിൾ വാക്യം മത്തായി 16-ാം അധ്യായത്തിൽ നിന്ന് 13 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങൾ. യേശു കെസറിയ ഫിലിപ്പി പ്രദേശത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്.